ശ്രീരാമൻ ആരുടെ അവതാരമാണ്? മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ശ്രീരാമൻ. പണ്ട് 100 കോടി ശ്ലോകങ്ങളിൽ വേദതുല്യമായ രാമായണം രചിച്ചത് ആര്? ബ്രഹ്മാവാണ് പണ്ട് 100 കോടി ശ്ലോകങ്ങളിൽ വേദതുല്യമായ രാമായണം രചിച്ചത്. മനുഷ്യവർഗത്തിന് മോക്ഷാപായമാകത്തക്ക വിധം രാമായണം രചിച്ചത് ആര്? വാൽമീകിയാണ് മനുഷ്യവർഗത്തിന് മോക്ഷാപായമാകത്തക്ക വിധം രാമായണം രചിച്ചത്. ആരുടെ നിർദ്ദേശപ്രകാരമാണ് വാൽമീകി രാമായണം രചിച്ചത്? ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വാൽമീകി രാമായണം രചിച്ചത്. രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? 24,000. രാമായണത്തിൽ 24,000 ശ്ലോകങ്ങളാണുള്ളത്. രാക്ഷസന്മാരുടെ ഭാരം സഹിക്കാനാവാതെ ദുഃഖിതയായ ഭൂമിദേവി ആരുടെ രൂപമാണ് ധരിച്ചത്? പശുവിൻ്റെ. രാക്ഷസന്മാരുടെ ഭാരം സഹിക്കാനാവാതെ ദുഃഖിതയായ ഭൂമിദേവി പശുവിൻ്റെ രൂപമാണ് ധരിച്ചത്. അയോധ്യയിലെ രാജാവായ ദശരഥൻ മുമ്പ് ആരായിരുന്നു? കശ്യപനാണ് അയോധ്യയിലെ രാജാവായ ദശരഥനായി ജനിച്ചത്. കശ്യപന്റെ പത്നി ആരായിരുന്നു? അദിതിയാണ് കശ്യപന്റെ പത്നി. ദശരഥന്റെ ഭാര്യയായ കൗസല്യ മുമ്പ് ആരായിരുന്നു? അദിതിയാണ് ദശരഥന്റെ ഭാര്യയായ കൗസല്യയായി ജനിച്ചത്. ശ്രീരാമൻ ജനിച്ചത് എവിടെയാണ്? അയോധ്യയിലാണ് ശ്രീരാമൻ ജനിച്ചത്. ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാർ ആരെല്ലാം? കൗസല്യ, കൈകേയി, സുമിത്ര ഇവരാണ് ദശരഥ മഹാരാജാവിൻ്റെ പത്നിമാർ.